ഇത്തവണയും കേരളത്തിന്റെ എയിംസ് സ്വപ്നം മരീചികയായി. ബജറ്റിൽ പ്രഖ്യാപനം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അതുണ്ടായില്ല. 2014 അരുൺ ജെയ്റ്റ്ലി ധനമന്ത്രിയായിരുന്നപ്പോഴാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചില്ലെങ്കിലും കേരളത്തിന് എയിംസ് അനുവദിക്കാമെന്ന് അറിയിച്ചത്. പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന പദ്ധതിയിൽ വിവിധ ഘട്ടങ്ങളിലായി രാജ്യത്ത് 22 എയിംസുകൾ അനുവദിച്ചെങ്കിലും കേരളത്തിന് മാത്രം ലഭിച്ചില്ല. ഓരോ തവണയും കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും നിരാശയായിരുന്നു ഫലം. ഇത്തവണയും അത് സംഭവിച്ചു. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കേരളം ആവശ്യപ്പെടുന്ന ഒന്നാണ് എയിംസ്. കോഴിക്കോട് കിനാലൂരിൽ 200 ഏക്കർ കണ്ടെത്തി കേന്ദ്രത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ സംസ്ഥാന വ്യാവസായിക വികസന കോർപ്പറേഷന്റെ 150 ഏക്കർ ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് കൈമാറുകയും ചെയ്തു. ഭാവി വികസനം കൂടി കണക്കിലെടുത്ത് 250 ഏക്കർ ഭൂമിയാണ് സംസ്ഥാനം ഇവിടെ സജ്ജമാക്കുന്നത്. 100 ഏക്കർ സ്വകാര്യ ഭൂമി കൂടി ഏറ്റെടുക്കാനുള്ള നടപടി പുരോഗമിക്കുകയാണ്. പക്ഷേ എന്തു ഫലം? കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ പിന്നോക്കം നിൽക്കുന്ന മേഖലയാണ് മലബാർ. നിപ്പ പോലുള്ള രോഗങ്ങൾ ഓരോ വർഷവും വരുന്നതും വലിയ വെല്ലുവിളിയാണ് മലബാറിൽ ഉയർത്തുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് മലബാറിലെ മിക്ക ജില്ലകളിൽ നിന്നുള്ളവരുടെയും ഏക ആശ്രയം. ഇത്തവണയെങ്കിലും എയിംസ് വരുമെന്ന പ്രതീക്ഷ ബജറ്റ് അവതരണം കഴിഞ്ഞതോടെ അവസാനിച്ചു. ബജറ്റിൽ കസ്റ്റംസ് തീരുവ ഉൾപ്പെടെ നിരവധി മാറ്റങ്ങളാണ് പ്രഖ്യാപിച്ചത്. വിവിധ മേഖലകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്ന് കരുതുന്നു. മരുന്ന് മുതൽ വ്യാവസായിക വസ്തുക്കൾക്ക് വരെ വിലക്കുറവുണ്ട്. അതുപോലെ തന്നെ വില കൂടിയവയുമുണ്ട്. വില കുറയുന്നതിൽ മൊബൈൽ ഫോണ്, ക്യാൻസർ, അപൂർവ രോഗങ്ങൾക്കുള്ള 36 മരുന്നുകൾ, ഇലക്ട്രിക് വാഹന ബാറ്ററികൾ, അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്ന് കോബാൾട്ട് ഉൽപ്പന്നം, LED, LCD, സിങ്ക്, ലിഥിയം, അയൺ ബാറ്ററി, സ്ക്രാപ്പ്, 12 ക്രിട്ടിക്കൽ മിനറൽസ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കി. മെഡിക്കൽ ഉപകരണങ്ങൾക്ക് വില കുറയും. കപ്പലുകൾ നിർമ്മിക്കുന്നതിനുള്ള അസംസ്കൃത വസ്തുക്കളുടെ അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടി 10 വർഷത്തേക്ക് ഒഴിവാക്കി. സമുദ്ര ഉൽപ്പന്നങ്ങൾ, കരകൗശല ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയും ഒഴിവാക്കി. ഇതൊന്നും സാധാരണക്കാരനെ ബാധിക്കുന്നതല്ല. കേളനെന്നും കുമ്പിളിൽ കഞ്ഞി എന്ന് പറയുന്നത് പോലെയാണ്.